വചനത്തെ അനുസരിക്കുന്ന വ്യക്തികൾ ദൈവനീതിയിലാണ് ആയിരിക്കുന്നത്. ദൈവനീതിയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ലോകത്തിൻ്റെ വാക്കുകൾക്കോ ലോകത്തിൻ്റെ ഒരു ശക്തികൾക്കോ ജയിക്കുവാൻ കഴിയത്തില്ല. ദൈവവചനത്തിൻ്റെയും ദൈവവാഗ്ദത്തത്തിൻ്റെയും മീതെ അല്ല മാനുഷിക വാക്കുകൾ. ഇന്ന് മാനുഷിക വാക്കുകളെ കേട്ട് ഭയപ്പെട്ട് നിരാശരായി ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ദൈവവചനത്തിൻ്റെയോ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് മീതെയോ അല്ല മാനുഷിക വാക്കുകൾ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 48 അധ്യായം അതിൻ്റെ 18 വാക്യത്തിൽ ഇങ്ങനെ വചനം എഴുതിയിരിക്കുന്നു: അയ്യോ, നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. ദൈവവചനത്തെ കേട്ട് അനുസരിക്കുന്നതിൻ്റെ ജീവിതത്തിൽ സമാധാനം നദി പോലെയും നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ദൈവനീതിയിലായിരിക്കുന്നവന്റെ ജീവിതത്തിൽ സമാധാനം. ഇന്ന് മാനുഷിക വാക്കുകളെ കേട്ട് അസമാധാനത്തോടെ ഇരിക്കേണ്ട, ഭയത്തോടെ ഇരിക്കേണ്ട വ്യക്തിയല്ല ദൈവ വാക്കുകളെ കേട്ട് അനുസരിക്കുന്നത്. ദൈവ വാക്കുകളെ കേട്ട് അനുസരിക്കുന്നവൻ സമാധാനത്തോടെ ഇരിക്കും.